ഇന്ന് നമ്മൾ പേപ്പർ കൊണ്ട് എളുപ്പത്തിൽ ഒരു എയ്റോപ്ലെയിൻ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. എയ്റോപ്ലെയിൻ എന്താണെന്നറിയാലോ, ഇത് തന്നെ നമ്മുടെ വിമാനം. അപ്പോൾ എളുപ്പത്തിൽ ഒരു പശയോ കാര്യങ്ങളോ ഒന്നുമില്ലാണ്ട് പേപ്പർ കൊണ്ട് മാത്രം എങ്ങനെ ഇതേപോലെ ഒരു എയ്റോപ്ലെയിൻ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. നമ്മുടെ പ്ലെയിൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതേപോലത്തെ പേപ്പറാണ് കേട്ടോ എടുക്കുന്നത്. എൻ്റെ കയ്യിൽ കുറച്ചധികം ഇതേപോലെയുള്ള പേപ്പറുകൾ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. വൈറ്റ് പേപ്പർ ആണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. എന്തായാലും എടുക്കുന്ന പേപ്പർ ഒരു 5 പേപ്പറെങ്കിലും എടുക്കണം കേട്ടോ. നമ്മളിതാ ഇതേപോലൊരു പേപ്പർ എടുത്ത ശേഷം ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ ഒന്ന് മടക്കി കൊടുക്കണം. ഇനി നമ്മൾ മടക്കി കൊടുത്ത ആ ഒരു പോർഷൻ്റെ കുറച്ച് പോർഷൻ വെറുതെ കിടക്കുന്നുണ്ട്. അത്രയും ഭാഗം ഈ കറക്റ്റ് അളവിൽ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. കട്ട് ചെയ്ത പേപ്പർ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. ഇത് നമുക്ക് 4 സൈഡും ഒരേ അളവിൽ കിട്ടാനായിട്ടാണ് കേട്ടോ ഈ ഒരു ടൈപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഈ പേപ്പർ നമുക്ക് 4ആയിട്ടൊന്ന് മടക്കി കൊടുക്കാം കേട്ടോ. 4ആയിട്ട് മടക്കി കൊടുക്കുമ്പോൾ നമ്മുടെ പേപ്പറിൻ്റെ ഉള്ളിൽ നമുക്ക് ക്രോസ് ആയിട്ട് 2 ലൈൻ കിട്ടും കേട്ടോ. ആ ലൈനിലാണ് ഇനി നമ്മൾ മടക്കി കൊടുക്കാൻ പോകുന്നത്. ഇനി ആ ക്രോസ് ആയിട്ടുള്ള ലൈൻ്റെ ഇടയിൽ വെച്ചിട്ട് ഞാൻ ഈ കാണിക്കുന്ന പോലെ ഈ പേപ്പർ 4 മൂലയിൽ നിന്നും ഉള്ളിലേക്ക് മടക്കി കൊടുക്കണം. ഇനി നമ്മൾ മടക്കിയ ആ പേപ്പറിൻ്റെ ഉള്ളിൽ തന്നെ കോൺ പോലെ ഇതേപോലെ ഒന്നുകൂടി അകത്തേക്ക് മടക്കി കൊടുക്കണം. നന്നായി മടക്കിയ ശേഷം താഴെ ഇങ്ങനെ ഒരു പോർഷൻ വെറുതെ കിടക്കുന്നുണ്ട്. ആ ഒരു പോർഷൻ നേരെ ഓപ്പോസിറ്റ് പുറകോട്ട് നമ്മൾ മടക്കി കൊടുക്കുക. നേരെ പുറകോട്ട് മടക്കിയ ശേഷം നമ്മളൊരു കോൺ പോലെ ഞാനിപ്പോൾ കാണിക്കുന്ന വിധത്തിൽ ഇതേപോലെ മടക്കിയെടുക്കണം കേട്ടോ. ഇപ്പം നമ്മുടെ വിമാനത്തിൻ്റെ ഒരു ഭാഗം ഏതാണ്ട് റെഡിയായി. ഇനി ഈ ഒരു ഭാഗത്തിന് പല പല സൈഡുകളിൽ ഹോളുകളുണ്ട്. അതാണ് കേട്ടോ ഞാനിപ്പോൾ ഈ കാണിക്കുന്നത്. അതിൻ്റെ ഓരോ സൈഡിലും 1ഉം 2ഉം വീതം ഹോളുകളുണ്ട്. അതൊക്കെ നമുക്ക് വിമാനം കണക്ട് ചെയ്യാനായിട്ട് ആവശ്യമുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത്. ഇതേപോലെ 5 എണ്ണം 5 പേപ്പർ കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് സമയം എടുത്താലും വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അതിനായിട്ട് ആദ്യത്തെ ഒരു പീസ് നമ്മൾ എടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഒരു സൈഡിൽ 2 ഹോളായിട്ട് നമുക്ക് കാണാൻ പറ്റും. അവിടെ നമ്മൾ മറ്റൊരു പീസ് എടുത്തിട്ട് ഇതേപോലെ അങ്ങോട്ടേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. ഇതേപോലെ ആ ഒരു പീസ് വെച്ച് കഴിയുമ്പോൾ നമ്മുടെ വിമാനത്തിൻ്റെ ഒരു സൈഡ് ഏകദേശം റെഡിയായി. ഇനി ഓപ്പോസിറ്റ് സൈഡിൽ അതേപോലെ തന്നെ ഒരു ഹോൾ ഉണ്ടാവും കേട്ടോ. അവിടെ നമ്മൾ അടുത്ത പീസ് എടുത്ത് ഇതേപോലെ വെച്ച് കൊടുക്കണം. ഒന്നല്ല കേട്ടോ, 2 ഹോളുണ്ട്. ആ 2 ഹോളിലേക്ക് പുതിയൊരു പീസ് എടുത്ത് ഇതേപോലെ വെച്ച് കൊടുക്കണം കേട്ടോ. നമ്മുടെ വിമാനത്തിൻ്റെ ഫ്രണ്ട് പോർഷനും സൈഡിലെ 2 ചിറകുകളും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പോർഷൻ കൂടി റെഡിയാക്കാം. നമ്മുടെ ബാക്ക് പോർഷനിൽ 2 ഹോളുകളാണ് കേട്ടോ ഉള്ളത്. നമ്മുടെ പൊക്കത്തെ പോർഷനിൽ വെച്ച് കൊടുക്കരുത്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചിറകപ്പോൾ ചിലപ്പോൾ വിട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ താഴെയുള്ള ഹോളിലേക്ക് നമ്മൾ വേറൊരു പീസ് എടുത്ത് വെച്ചിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മുടെ വിമാനത്തിൻ്റെ ഏറ്റവും ബാക്കിൽ ഒരു ചിറകൂടെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ വിമാനം സെറ്റാവും. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പോർഷൻ എടുത്ത ശേഷം ഇതേപോലെ കാണുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മുടെ വിമാനത്തിൻ്റെ പണി ഇവിടെ തീർന്നു കേട്ടോ. ഇപ്പോൾ നിങ്ങളും കാണുന്നുണ്ടാവും നമ്മുടെ വിമാനം ഇപ്പോൾ അടിപൊളിയായി റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതേപോലത്തെ ഒരു പേപ്പർ എടുത്തുകൊണ്ടാണ് അതിൻ്റെ കറക്റ്റായിട്ട് അത്രയും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല അല്ലേ. പക്ഷെ ഇത് നേരിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. നിങ്ങൾ സ്കൂളിൽ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ എന്തെങ്കിലും എക്സിബിഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ശാസ്ത്രമേള പോലെയുള്ള പരിപാടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊച്ചു കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കാൻ പഠിപ്പിക്കാവുന്നതാണ് കേട്ടോ. നല്ല വൈറ്റ് പേപ്പറോ ചാർട്ട് പേപ്പറോ ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയ ശേഷം അതിൻ്റെ കോർണറുകളിൽ ഓരോ കളറുകൾ കൊടുക്കുകയും നമ്മുടെ എയർ ഇന്ത്യ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ റിയൽ എയ്റോപ്ലെയിൻ പോലെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ കുട്ടികളെ ഇത് ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നത്, കൊച്ചു കുട്ടികൾക്ക് ഉണ്ടാക്കാൻ പഠിപ്പിച്ച് കൊടുക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ. ഇനി നമ്മൾ വിമാനം ഉണ്ടാക്കിയ ശേഷം മാറ്റി വെക്കണമെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ ഇത് നമുക്ക് പീസായിട്ട് നമുക്ക് ഊരിയെടുക്കുകയും ചെയ്യാം, വീണ്ടും റീഫിറ്റ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഇനി നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് എപ്പോഴും പോകാത്ത വിധം വെക്കണം എന്നാണെങ്കിൽ ഗമ്മ് തേച്ച് നമുക്കിത് സ്റ്റിക്ക് ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റ് ട്രൈ ആയിട്ട് കൊച്ചു കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കി നോക്കണേ.